നമസ്കാരം. മല്ലൂസ് വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലസ്കോപ്പ് ആരംഭിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ ആവേശോജ്വലമായി. എന്നാൽ കായികക്ഷമതാ പ്രദർശനത്തിനിടെ പരിക്കേറ്റ ശ്രീ മമ്മൂട്ടി മത്സരത്തിൽ നിന്ന് പിന്മാറി. അതേസമയം പരിക്കേറ്റത് കൊണ്ടല്ല, മോഹൻലാലിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ശ്രീ മെഗാസ്റ്റാർ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് എന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. മറ്റു താരങ്ങൾ മത്സരം ആഘോഷമാക്കിയപ്പോൾ ടീമിൽ നിന്ന് പുറത്തായ മുകേഷിൻ്റെ അവസ്ഥ വളരെ ദാരുണമായിരുന്നു. മത്സരത്തിലുടനീളം ഗ്രൗണ്ടിന് പുറത്ത് പന്തെടുക്കാൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു ശ്രീ മുകേഷ്. ഗോളിയില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിക്കരുത്. ഇത് മലയാളത്തിൽ വളരെ സൂപ്പർ ഹിറ്റായ ഒരു പദപ്രയോഗമാണ്, ഒരു വാക്യമാണ്. ഈ വാക്യം സൂപ്പർ ഹിറ്റാക്കിയത് മറ്റാരുമല്ല, ശ്രീ മുകേഷ് തന്നെയാണ്. ഒരാൾ ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോളടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളിയില്ലാത്ത പോസ്റ്റ് കയറി വെറുതെ ഗോളടിക്കാതെ. ആ മുകേഷിന് കാലം കൊടുത്ത മറുപടി വളരെ വിചിത്രമായിരിക്കുന്നു. മത്സരം അവസാനിച്ചതിന് ശേഷം താരങ്ങൾ ഗ്രൗണ്ട് ഒഴിഞ്ഞപ്പോൾ ടീമിൽ നിന്ന് പുറത്താക്കിയതിൽ ദുഃഖിതനായ ശ്രീ മുകേഷ് ഒറ്റയ്ക്ക് ഗോളിയില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച് ഗോൾ ഗോൾ എന്ന് ആർത്ത് വിളിക്കുന്ന കാഴ്ച ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടെ കളി കാണണമെന്ന എല്ലാ പ്രേക്ഷകരെയും കണ്ണുനീരിലാഴ്ത്തി. ഫുട്ബോൾ മത്സരത്തിൻ്റെ സൗന്ദര്യം നശിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര താരങ്ങൾ സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഉപയോഗിച്ച് കളിച്ചു എന്ന ആരോപണം വളരെ ശക്തമായി നിലനിൽക്കുന്നു. ടെലസ്കോപ്പിൻ്റെ ചരിത്ര സംഭവമായ ഈ ഫുട്ബോൾ മത്സരം ആവശ്യമില്ലാത്ത എനർജി, ഓവർ എനർജി കൊടുത്ത് താരങ്ങൾ, നമ്മുടെ സൂപ്പർ താരങ്ങൾ മത്സരം അലമ്പാക്കിയെങ്കിലും ഇത്തരം വളരെ രസകരവും വിചിത്രവുമായ ഒരു മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ടെലസ്കോപ്പ് സംതൃപ്തരാണ്. ഇതോടുകൂടി മല്ലൂസ് ന്യൂസ് അവസാനിക്കുന്നു. മല്ലൂസ് ന്യൂസ്, ആരും പറയാത്ത വാർത്തകളുടെ ആരും അറിയാത്ത അകക്കാമ്പ്.